ഒരു സർക്കാർ ഡോക്ടറുടെ തുറന്നു പറച്ചിൽ, പിന്നാലെ അദ്ദേഹത്തിനൊരു നോട്ടീസ്. ആരോഗ്യവകുപ്പിനെ നിശിതമായി വിമർശിച്ച ഡോക്ടർ ഹാരിസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈ കഥ. കഴിഞ്ഞ ദിവസം പ്രതികാര നടപടിയായി മിസ്സിംഗ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഉത്തരവാദിത്തം ചുമത്തി ഡോക്ടർ ഹാരിസിന് നോട്ടീസ് ലഭിക്കുന്നു. ഇത് ഒരു സാധാരണ നടപടിയാണോ, അല്ലെങ്കിൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ? നമസ്കാരം, തക്ഷകൻ മല്ലു ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡോക്ടർ ഹാരിസും ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള തുറന്ന പോരിനെയും അതിന്റെ പിന്നിലുള്ള ആഴത്തിലുള്ള ആരോപണങ്ങളെയും പറ്റിയാണ്. ഒരു ഡോക്ടർ സമൂഹത്തിന്റെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അതിന്റെ വിലയെന്ത്? വീഡിയോ മുഴുവൻ കാണൂ, കാരണം ഇത് കേവലം വ്യക്തികൾക്കിടയിലെ പ്രശ്നമല്ല, ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചുള്ള വസ്തുതകളാണ്. ഡോക്ടർ ഹാരിസ് സംസ്ഥാനത്തെ തിരുവനന്തപുരം സർക്കാർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു സീനിയർ ഡോക്ടറാണ്. വൈദ്യ സംവിധാനത്തിന്റെ അകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ വ്യക്തി. അദ്ദേഹം പലതവണ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ: ടെൻഡർ ഇടപാടുകളിൽ അഴിമതി, മരുന്ന് വിതരണം സമയത്ത് എത്തുന്നില്ല, ഹോസ്പിറ്റലുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന നിലയിലാണ്. ഡോക്ടേഴ്സ് ആർ ഹിയർ ഫോർ പേഷ്യൻസ്, നോട്ട് ഫോർ പൊളിറ്റീഷ്യൻസ്. ഡോക്ടറുടെ ഈ തുറന്നുപറച്ചിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ ഞെട്ടലിലാക്കി. പിന്നെ അധികം സമയമെടുത്തില്ല അത് വിവാദമായി മാറാൻ. 2025 ജൂലൈ അവസാനം ഡോക്ടർ ഹാരിസ് ഒരു പ്രസ് മീറ്റ് നടത്തി. അവിടെ അദ്ദേഹം ആരോഗ്യമന്ത്രിയെ നേരിട്ട് വിമർശിച്ചു. അദ്ദേഹം ഉന്നയിച്ച ചില പ്രധാന പ്രശ്നങ്ങൾ: മരുന്നുകൾ എത്തുന്നതിൽ ഉണ്ടാകുന്ന ഗുരുതര വൈകൽ, മന്ത്രിമാരുടെ ഓഫീസ് വരെ ആശുപത്രിക്ക് വേണ്ട പല പദ്ധതികളും തടസ്സപ്പെടുത്തുന്നു, ആശുപത്രികളുടെ പ്രവർത്തനം രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം തകർന്നിരിക്കുകയാണ് എന്നെല്ലാമാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ. ഇത് വാർത്തയായപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാരംഭിച്ചു. ഇതിനു പിന്നാലെ ആരോഗ്യമന്ത്രി രംഗത്തെത്തി. ഇത് ചില ഡോക്ടർമാരുടെ അറ്റൻഷൻ സീക്കിംഗ് സ്റ്റണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ ഡോക്ടേഴ്സിന്റെ ജോലി സോഷ്യൽ മീഡിയ ഹീറോ ആകുകയല്ല, പേഷ്യന്റ് കെയർ ആണ്. ഇത്തരത്തിലായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഇതെല്ലാം പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു. സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ചർച്ചകൾ കൊഴുക്കുന്നു. പ്രതിപക്ഷം വിഷയം ഏറ്റുപിടിക്കുന്നു. എന്നാൽ എല്ലാ വിഷയവും പോലെ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ പഴയത് മുങ്ങിപ്പോകുന്ന നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടി ഈ വിഷയത്തിലും തുടർക്കഥയാകുന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞപ്പോൾ സത്യസന്ധനായ ആ സർക്കാർ ഡോക്ടർ പ്രതികാര നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെന്റ് ഡോക്ടർ ഹാരിസിന് കിട്ടിയ നോട്ടീസാണ്. അതനുസരിച്ച് ആശുപത്രിയിൽ നിന്നും കുറെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മിസ്സിംഗ് ആണെന്നും അവയ്ക്ക് അദ്ദേഹം ഉത്തരവാദിയാണെന്നാരോപിച്ചാണ് നോട്ടീസ്. പക്ഷേ ഇവിടെ ചോദ്യം, ഈ മിസ്സിംഗ് എക്യുപ്മെന്റ് നോട്ടീസ് ഇത്രയും കാലമായി അയക്കാതിരുന്നതെന്തുകൊണ്ട്? അതേസമയം അദ്ദേഹം മന്ത്രിയെ തുറന്നു വിമർശിച്ച ഉടനെ ഇതുപോലൊരു നടപടി വന്നത് എന്തുകൊണ്ടാണ്? നിഷ്പക്ഷ ചിന്താഗതിക്കാരെ പോലും സംശയത്തിലാക്കിയ നടപടിയായി ഇത്. മെഡിക്കൽ ഫ്രട്ടേണിറ്റി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. പല ഡോക്ടർമാരും ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ചു. ഹി സ്പോക്ക് വാട്ട് മെനി ഓഫ് us ആർ സ്കേർഡ് ടു സേ. പക്ഷെ മറ്റു ചിലർ പറഞ്ഞു, പ്രൊഫഷണൽ എത്തിക്സ് തെറ്റിച്ചു, പബ്ലിക്ലി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഷെയിം ചെയ്യരുത് എന്ന്. സോഷ്യൽ മീഡിയയിൽ ഡോക്ടറെ അനുകൂലിച്ചുള്ള അഭിപ്രായങ്ങളുടെ പെരുമഴയാണ്. #I stand with ഡോക്ടർ ഹാരിസ്, #system or target. ഇത്തരത്തിലുള്ള ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ നിറയുകയാണ്. ഇതിൽ പിന്നിൽ രാഷ്ട്രീയം ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഡോക്ടർ ഹാരിസിന് പിന്നിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ആരോഗ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള മനഃപൂർവ്വം ശ്രമങ്ങളാണോ? ഇത്തരത്തിലുള്ള പ്രചാരണവും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട്. ന്യൂസ് ചാനലുകളും ഓൺലൈൻ മീഡിയയും ഇതിനെ ഒരു ചൂടുള്ള വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സത്യം എന്തുതന്നെയായാലും ഇതിലൂടെ ഏറ്റവും വലിയ നഷ്ടം സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്കാണ്. മരുന്നുകൾ വൈകുന്നു, ആശുപത്രികളുടെ പ്രവർത്തനം തളരുന്നു, വിശ്വാസം തകരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഡോക്ടർ ഹാരിസ് അന്വേഷണ വിധേയനാണ്. ആരോഗ്യവകുപ്പ് ഡാമേജ് കൺട്രോൾ മോഡിലാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ഡോക്ടർ ഇവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദമെല്ലാം മറികടന്ന് കാര്യങ്ങൾ തുറന്നു സംസാരിക്കുമ്പോൾ അയാളോടുള്ള പ്രതികരണം അത്രയും നീതിയുക്തമായിരിക്കണം. ഡോക്ടർക്കെതിരെ വന്ന പുതിയ ആരോപണങ്ങൾ സത്യം തുറന്നു പറയുന്നതിനുള്ള ശിക്ഷയാണോ, അതോ തെറ്റുകൾ മറയ്ക്കാനുള്ള വഴിയോ? നമുക്ക് ചോദിക്കേണ്ട സമയമാണിത്. നാം ആരെ വിശ്വസിക്കണം?
ഒപ്പം ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ തുറന്നു പറയൂ. നിങ്ങൾ ഡോക്ടർ ഹാരിസിനെ പിന്തുണയ്ക്കുന്നുവോ? ആരോഗ്യമന്ത്രിയുടെ നിലപാട് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ താത്വികവും പൊളിറ്റിക്കലുമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി.